ഇപ്പൊ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്തോണ്ടോ? അയ്യോ, മോഷ്ടിക്കാനൊന്നും അല്ല മാഡം, ഒരബദ്ധം പറ്റിപ്പോയതാ. അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ? യെസ് യെസ്, അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. സാഗർ, താനേതിപ്പം പാതാളത്തിൽ പോയി കിടക്കായിരുന്നോ? താനല്ലേ ഇവിടുത്തെ തഹസിൽദാർ? എന്തുണ്ടാവാൻ? പോലീസുകാരെടുത്ത് നന്നായി പെരുമാറി. ഭാഗ്യത്തിന് ഇവിടുത്തെ SI ഒരു ബോർണ, എന്റെ നോവലുകളുടെ ആരാധകൻ. താനിതുവരെയും തഹസിൽദാരായില്ലേ? അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? കിഴങ്ങെ തന്റെ വീടാണെന്ന് കരുതി പുറവേശത്തെ വാതിലിന്റെ ഓടാമ്പൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിൽ കിടന്ന് ഉറക്കിപ്പോയി. സോറി, അയ്യോ പറ്റിപ്പോയി. സാഗർ സാറേ, അപ്പോഴേ സാഗർ സാറേ, താൽഷീദാർ വിടുന്ന ലക്ഷണമില്ല. കേസാക്കണമെന്നാ പറയുന്നത്. ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ? അതാ കൂടുതൽ കുഴപ്പമായത്. ആ റാസ്കളുടെ ഫ്രണ്ട് ആണെങ്കിൽ മനഃപൂർവ്വം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും അത്രേ. റാസ്കൽ എന്ന് പറഞ്ഞോ? പറയും. ഒരു തഹസിൽദാരും വേറൊരു തഹസിൽദാരെ റാസ്കൽ എന്ന് വിളിക്കുക? എന്റെ സാഗറെ, ആ പെണ്ണും പിള്ളേ എനിക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക. അപ്പോ സാറാണോ ഈ പറഞ്ഞ? അതെ, ആ റാസ്കൽ ഞാൻ തന്നെയാ. സോറി സർ, ഇരിക്കണം. ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ, ഇരിക്കുന്നില്ല. അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ. അകലും തോറും അടുക്കുന്നവൾ എന്ന നോവലുണ്ടല്ലോ, അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുക. സാറിന്റെ പുതിയ നോവലുകൾ ഏതൊക്കെയാ? അല്ല, അത് കേസിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ അവർ. എന്തായാലും FIR ഞാൻ എഴുതുന്നില്ല. ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ. എടോ ഫ്രാൻസിസേ, സാർ എങ്ങോട്ടാ പോകുന്നത്? ഈ വാടക വീടുണ്ട്. വാടക വീടുണ്ട്. ഇവരെ ജീപ്പിൽ വീട്ടിൽ കൊണ്ടാക്കും. സാർ, നന്ദി ഇൻസ്പെക്ടർ, 1000 നന്ദി. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം, വീണ്ടും വീണ്ടും. ഈ നൈറ്റി പറിച്ച് കളഞ്ഞില്ലേ? എടോ, വേറെ ഉടുക്കാനൊന്നുമില്ലടോ. മാത്രമല്ല അടിയിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല. ഈ മുണ്ടെടുത്തോ? ഈ ജുബ്ബ ഇച്ചിരി വലുതാണോ എന്ന് സംശയമുണ്ട്. വലിയ ജുബ്ബ എനിക്കിഷ്ടം. ഇതാണോ തന്റെ വലിയ ജുബ്ബ? എന്ത് പറ്റി? ഞാനിട്ടപ്പോ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. താൻ വെറും ആചാന ബാഹുവല്ലേ? അതുപോലാണോ ഞാൻ? பெரியோர்களே, என் அன்பு தாய் குலமே, என் ரத்தத்தின் ரத்தமே, இந்த அண்ணன் சொல்றது என்னன்னு வச்சா ഞാൻ ഇപ്പോ വരാം. സാഗർ, എവിടെ പോവാ? അവളെ കാണാൻ. എവളെ? അവളെ തന്നെടോ. സാഗറെ, അത് വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ. അത് ആപത്താണ് സാഗർ. തന്റെ ഈ പോക്ക് എന്റെ ജോലി എന്നേക്കുമായി വെള്ളത്തിലാക്കാനുള്ള പോക്ക. അല്ലെങ്കിലും തന്റെ ജോലി പോക്ക. പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ. എങ്കിൽ താൻ പോയിട്ട് വാ. തന്റെ ഓരോ തെറിയും എന്റെ ശവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരിക്കും. താനൊക്കെ ഇത്ര ഉള്ളടോ. എടോ, ഞാൻ പോകുന്ന ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ. പിന്നെ എന്റെ സഞ്ചി അതിനകത്തിരിപ്പുണ്ട്. എന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത. Stop there. I said stop there. ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു. ഇപ്പൊ ഞാൻ നോർമലാണ്. ബഹളം വെച്ച ആളെ കൂട്ടാനാണ് ഭാവമെങ്കിൽ ഇവിടെ ചോര പുഴ ഒഴുകും. പോലീസിനെ വിളിച്ചു വരുത്താനാണെങ്കിൽ അവരെത്തുന്നതിന് മുമ്പ് ഞാൻ ഈ വീട് ചുട്ട് ചാമ്പലാക്കും. എന്നാലോ മര്യാദക്കാണെങ്കിൽ സാഗർ സോഫ്റ്റ് ആണ്, പൂ പോലെ മൃദുലം. പാലെ പാലെ പറ്റിപ്പോയ അബദ്ധത്തിന് മാപ്പി വയ്ക്കുന്ന നിലയിൽ താഴാൻ വരെ സാഗർ ഒരുക്കമാണ്. തന്നെ പോലുള്ള ഭീരുക്കളുടെ ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാ ഞാൻ. താനൊരു കള്ളനാണെന്ന് കരുതിയ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്കാരുടെയും സഹായം ആവശ്യമില്ല. എന്നെ ഭയപ്പെടുത്തി ഇവിടുന്ന് ഓടിച്ചിട്ട് കൂട്ടുകാരനെ എന്റെ കസേരയിൽ കയറ്റി ഇരുത്താമെന്ന് താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ താൻ വെറും ഒരു പമ്പര വിട്ടിയാണ്. ആണോ? എങ്കിൽ ഈ സാഗർ കോട്ടപ്പുറം പ്രഖ്യാപിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തെറിപ്പിച്ചില്ലെങ്കിൽ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് ഈ അണ്ടകടാകത്തിൽ പിന്നെ ഉണ്ടാവില്ല. ഉണ്ടാവരുത്. ഓക്കെ, ഇതാ നിന്റെ മാക്സി. യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം.
നിന്റെ കടപ്പ് മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും 3 പേനകളും ഇരിപ്പുണ്ട്. അതിക്ക് തന്നാ നന്ന്. ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചു. ഗെറ്റ് ലോസ്റ്റ്. ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ. നിന്റെ ഒരു കാര്യം കൂടെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു. പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ്. താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് കളയാം. രാമകൃഷ്ണ, ഒരു സർവീസ് സ്റ്റോറി എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം. പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ ഇപ്പൊ കഥയില്ല, കഥാപാത്രങ്ങളില്ല, പതഞ്ഞു പൊങ്ങുന്ന പ്രതികാര വാഞ്ച മാത്രം. നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ചാർജ് ഒഴിയാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും അഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങളിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ. 24 മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കൊള്ളും. കുറെ സ്റ്റഡി കോളുകൾ ചെയ്യേണ്ടി വന്നേക്കും. പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങി വരില്ല. വാതിലടച്ചു കിടന്നു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കരുണാകരൻ. പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തില്ല? ഇന്ന് 11 മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണെന്നുള്ളത് മറന്നോ? ഇയാളുടെ വായിക്കാത്ത നാക്കില്ലേ? ഞാൻ മേഡത്തിന്റെ വീട്ടുവേലക്കാരനല്ല. സബോർഡിനേറ്റ്സിനോട് പെരുമാറാൻ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ മേഡം അങ്ങോട്ട് ചെല്ലു. I'll show what I can do. When the present Tahsildar is reluctant to hand over the charge to the newly promoted and transferred Tahsildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General and the Treasury. Anything else, madam? Hello, Tahsildar Ramakrishnan here. സാഗറോ? എല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ. സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായതുകൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു. ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലോ. അവൾ എത്തിയോ? ആ പൂതന ഓ എത്തിയോ? എന്താണ് അവളുടെ റിയാക്ഷൻ? മോന്തയിലുള്ള ഭാവം? ഭാവം അതെ, മാഡം ഇപ്പോൾ വടി വിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ്. ഫോൺ വേണമെങ്കിൽ കൊടുക്കാം. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? മിസ്റ്റർ നാരായണൻ, മിസ്റ്റർ കുറുപ്പ്, ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ പത്തി താഴ്ന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. കോളേജ് NCC ഉണ്ടായിരുന്നപ്പോ ബെസ്റ്റ് കറേജിയസ് കേഡറ്റ് അവാർഡ് വാങ്ങിച്ചവനാ ഞാൻ. ഹലോ ഹലോ, താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഫോൺ തട്ടിത്തെറിപ്പിച്ചോ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അവളിപ്പോ എവിടെ? അവളെ ഞാൻ തകർത്തു സാഗറെ. ഇനി അവൾ ഈ ഏരിയയിൽ വരില്ല. അയ്യോ, വാതിലടച്ചു. വാതിലടക്കി? പൂട്ടിട്ട് പൂട്ടിന്നാ തോന്നുന്നേ. അതെ, പൂട്ടി പൂട്ടി. ആ എങ്കിൽ രക്ഷപ്പെട്ടു. അകത്തായവൻ രക്ഷപ്പെട്ടെന്നു. മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. താൻ വാതിലൊന്നും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, ആ മാതൃഭൂമി ഓഫീസല്ലേ? ഹോട്ട് ന്യൂസ്, ഹോട്ട് ന്യൂസ്. ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാരെ അയക്കുക. നിരപരാധിയായ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അയക്കുക. ഹലോ, മനോരമയല്ലേ? ഹോട്ട് ന്യൂസ്. നിരപരാധിയായ ഒരു തഹസിൽദാരെ വേറൊരു തഹസിൽദാരെ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എളുപ്പമായിരിക്കും. ഞാൻ സാഗറാണ്. ഒന്നുകൊണ്ട് ഭയപ്പെട്ട. സാധിച്ചാൽ ഒന്ന് ബോധം കെട്ട വില കിടന്നോ. ഞാൻ ഉടനെ എത്താം. ഓക്കെ.
തഹസിൽദാർ അകത്തിട്ട് പൂട്ടിയോ? നിങ്ങളാരാ? മാഡം, ഞങ്ങൾ പത്രത്തിൽ നിന്നാ. തഹസിൽദാർ ഇവിടെ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കാന്ന് അറിഞ്ഞു. നോൺസെൻസ്. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. കൊല്ലരുതേ, കൊല്ലരുതേ, ഒരു പാവം തഹസിൽദാരെ കൊല്ലരുതേ, 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 തഹസിൽദാരെ കൊല്ലരുതേ. ഇവിടെ തഹസിൽദാരെ പൂട്ടിയിട്ടിരിക്കുന്നത് അവിടെ രക്ഷിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. തഹസിൽദാരെ, അയ്യോ തഹസിൽദാരെ കാറ്റ് പോയി തോന്നുന്നു. തഹസിൽദാരെ കാറ്റ് പോയി, ഫോട്ടോ എടുക്ക്. തഹസിൽദാരെ കാറ്റ് പോയി, ഫോട്ടോ എടുക്ക്, ഫോട്ടോ എടുക്ക്, കളർ ഫോട്ടോ എടുക്ക്, കളർ ഫോട്ടോ. കളക്ടർ വന്നു. കളക്ടർ, കളക്ടർ. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫറായി വന്ന തഹസിൽദാർ എന്റെ കസേരയെ കയറിയിരുന്നു. എന്നിട്ട് He could have asked me, sir. ആ പാവം തഹസിൽദാർ ഇപ്പം മരിക്കും സാർ. അദ്ദേഹത്തെ തുറന്ന് എങ്ങനെയും ആശുപത്രിയിൽ എത്തിക്കും സാർ. ഞാൻ പ്രശസ്ത നോവലിസ്റ്റ് ആഗർ കോട്ടപ്പുറം. ഡോർ തുറക്കൂ. ഐ സേ ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ. തഹസിൽദാർ, തഹസിൽദാർ, അയ്യോ. ഉത്തരവാദിത്തമുള്ള ജോലിയിലിരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. You could have informed me. Who do you think you are? Who are you to lock this door? ഞാൻ No. You are suspended with immediate effect. Make a detailed report and send it to the board for ratification immediately. Yes, sir. ഇവിടെ രാമകൃഷ്ണ, ഇവിടെ രാമകൃഷ്ണ, ഇവിടെ ഇപ്പൊ തന്നെ കൂടുതലായി. ഇവിടെ കൂടുതൽ കുറവ് എന്നൊക്കെ പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് താൻ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുടിച്ച് ഫിറ്റായിട്ട് ജീവിതത്തിന്റെ പൊരുളന്വേഷിക്കലല്ല എന്റെ ജോലി. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. അപ്പൊ പിന്നെ ഇന്നത്തെ ഈ വിജയം ആഘോഷിക്കണ്ടേ? അടുത്ത വീട്ടിലെ ശൂർഭണ ഇന്ന് ഉറങ്ങില്ല. ഈ രാമലക്ഷ്മണന്മാരും ഇന്ന് ഉറങ്ങുകയില്ല. അവിടെ പരാജയത്തിന്റെ ആഘോഷം, ഇവിടെ വിജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ പരാജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ പരാജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ആഘോഷം.